നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കൂടപത്രം. അത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഒരുപാട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും ചോദ്യം, ഈ കൂടപത്രം ആർക്കെങ്കിലും ഒരാളെ നശിപ്പിക്കാനാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ അവർക്ക് തിരിച്ചടി കിട്ടാറുണ്ടോ? ഞാൻ ഒരുപാട് സംഭവകഥകൾ തിരിച്ചടി കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പലരുടെയും ചോദ്യമാണ്. കാര്യം അവരുടെ മനസ്സാണ്. അവർക്ക് അർഹതപ്പെട്ടത് ഈ കൂടപത്രം വഴിയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ഈ അർഹതപ്പെട്ടവർ ഭിക്ഷക്കാരായിട്ട് മാറിയിട്ട് മറ്റുള്ളവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി സന്തോഷമായിട്ട് അവർ ധനവാന്മാരായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്, എനിക്ക് അവകാശപ്പെട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവർക്കൊരു ശിക്ഷയില്ലേ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷ ഉണ്ട് കേട്ടോ. അപൂർവങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ ആ ശിക്ഷകളെന്ന് വെച്ചാൽ വളരെ വിചിത്രമാണ്. വിചിത്രമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ നമ്മുടെ ധാരണ, നമ്മൾ ഒരുത്തൻ്റെ വസ്തു അല്ലെങ്കിൽ ഒരുത്തൻ്റെ ധനം അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ നമ്മൾ തട്ടിപ്പറിക്കുമ്പോൾ അതുകൊണ്ട് നമുക്കിനി മരണം വരെ സുഖമായി സന്തോഷമായി ജീവിക്കാം എന്നൊരു ധാരണയുടെ പുറത്താണ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതുണ്ടായിരിക്കും, നമ്മുടെ കൂടെ അതുണ്ട്. അത് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം, അതായത് ഒരു സംഭവ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരമ്മയ്ക്ക് അച്ഛനും 2 പെൺകുട്ടികളാണ്. ഒരു കുറച്ച് സമ്പത്തൊക്കെ ഉള്ളവരാണ്. ഈ 2 കുട്ടികളെയും വളർത്തിയെടുത്തപ്പോൾ തന്നെ ഈ ഇളയ കുട്ടി കുറച്ച് തൻ്റെ ഇടിയും ആരോടും ഒരു ദയോ ദാക്ഷിണ്യമോ ഒന്നും ഇല്ലാത്തതൊക്കെയാണ്. പക്ഷേ ഈ പെൺകുട്ടിയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും. മൂത്ത പെൺകുട്ടി എന്ന ഒരു പാപമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു. മൂത്ത കുട്ടിയുടെ ഒരു വളർന്ന പ്രായത്തിന് ശേഷം മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വസ്തുവാണ് ആ പെൺകുട്ടിക്ക് സ്ത്രീധനമായി കൊടുത്തത്. ആ കല്യാണം കഴിച്ചത് ഒരു മാന്യനായതുകൊണ്ട് അയാളെന്ന് ചോദിച്ചു കൊടുത്തത് മാത്രം സ്വീകരിച്ചു എന്നുള്ളതാണ്. ബാക്കി ബഹുഭൂരിപക്ഷം വസ്തുക്കളും കിടക്കുകയാണ്. അപ്പം ഈ ചേട്ടത്തിയുടെ ധാരണ, എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ ഇത്രയല്ലേ തന്നത്, അതുപോലെ അനിയത്തിക്കും കൊടുക്കും, ശേഷിക്കുന്നത് വീണ്ടും 2ആയി ഭാഗിച്ച് ഇവർക്കെല്ലാവർക്കും കൂടെ കൊടുക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു. അങ്ങനെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. അനിയത്തിക്കും ഈ പറഞ്ഞ കണക്കുള്ളതാണ് കൊടുത്തത്. പക്ഷേ ശേഷിക്കുന്ന 2-3 വീട് 2-3 ഭാഗങ്ങളിലായിട്ട് അതെല്ലാം അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ വാടക വാങ്ങിക്കുന്നതെല്ലാം അനിയത്തിക്കാണ് ഈ അമ്മ കൊടുക്കുന്നത്. അമ്മ നിൽക്കുന്നത് അനിയത്തിയോടു കൂടിയാണ്. എങ്കിലും അനിയത്തിക്ക് അതിൻ്റെ അനിയത്തിയോട് നിന്നിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരുപാട് സ്ഥലമുണ്ട്, ഇതിൻ്റെ എല്ലാം വരുമാന മാർഗമെല്ലാം എവർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ജ്യേഷ്ഠത്തി വന്ന് പറഞ്ഞു, ഇനി കിടക്കുന്ന വസ്തുവിൻ്റെ അത് 2ആയി ഭാഗിച്ചിട്ട് എനിക്കുള്ളത് എനിക്ക് തരണം, അനിയത്തിക്കുള്ളത് കൊടുത്തോളൂ. അപ്പം പറഞ്ഞു, എന്നെ നോക്കുന്നത് അവളാണ്. അമ്മ പറഞ്ഞു. അപ്പം ഈ ചേട്ടത്തി പറഞ്ഞു, ഞാനും നോക്കാം, അമ്മയ്ക്ക് എന്നോട് നിന്നോ, അല്ല അവളോട് നിൽക്കണേ അവളോട് നിന്നോ, അത് 2 പേരടുത്ത് മാറി നിൽക്കണേ അമ്മയ്ക്ക് അങ്ങനെ നിൽക്കാം, അമ്മയ്ക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വീട് അമ്മയുടെ പേരിനിട്ട് അമ്മയുടെ കാലശേഷം എഴുതി വെച്ചാൽ മതി. പക്ഷെ ഇത്രയും വസ്തു അമ്മ പിടിച്ചു വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ആദായം അവൾക്ക് കൊടുക്കുന്നത് ശരിയല്ല, എനിക്ക് കൂടി തരണം എന്ന് പറഞ്ഞു. വഴക്കായി. ബന്ധുക്കൾ ഇടപെട്ടിട്ട് അതിൽ 1-2 വീട് എൻ്റെ അവകാശം രേഖാമൂലമല്ലെങ്കിലും അതിൻ്റെ ആദായവും വാടകയൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള അവകാശം ബന്ധുക്കൾ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഈ ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. പക്ഷേ ജ്യേഷ്ഠത്തിക്ക് ഇത് കൊടുത്തത് ഈ അനിയത്തിക്കും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം നിവൃത്തിയില്ല. ഈ അമ്മയുടെ സഹോദരന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് നിർബന്ധപൂർവ്വം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം രേഖാമൂലം ഇപ്പോൾ എഴുതില്ല എന്ന് പറഞ്ഞ്, ശരി അത് വേണ്ടെങ്കിലും അതിൻ്റെ ആദായം അതിൻ്റെ സമ്പത്തൊക്കെ അവരനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ബന്ധുക്കൾ ന്യായമായ കാര്യമായതുകൊണ്ടാണ് അവർ ചെയ്തത്, അത് കൊടുത്തു. പക്ഷെ അതിന് ശേഷം ഈ ഇളയ മകളും അമ്മയും കൂടി ഈ ജ്യേഷ്ഠത്തിക്ക്, അതായത് ഈ അമ്മയുടെ മൂത്ത മകൾക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ അവർ ദോഷങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് അവരുടെ കുടുംബത്തിലുണ്ടായി. കുടുംബത്തിലെന്ന് വെച്ചാൽ ആ ഭർത്താവിന്
ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, ഒരുപാട് രോഗങ്ങളായി, അവരിനി അനുഭവിക്കാനൊന്നുമില്ലാത്ത വിധത്തിൽ ആയി. ഇത് കൂടുതലും ചെയ്യാൻ പോകുന്നത് ഈ ഇളയ പെൺകുട്ടിയാണ്. ഈ അമ്മയെ കൊണ്ട് പോകും, ഒരു സ്കൂട്ടിയുണ്ട്, അതിനകത്ത് കയറ്റി ഇനി പോകാൻ സ്ഥലങ്ങളില്ല. അതൊരു കുറച്ച് അങ്ങ് നമ്മുടെ ഏകദേശം കേരളത്തിൻ്റെ ഒരറ്റം അങ്ങ് പോവും, മഞ്ചേരി ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ എന്തൊക്കെ ഇത് കണക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് അമ്മയെ കൊണ്ട് പോകുന്നു, ഓരോന്ന് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ അതെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അങ്ങനെ ഈ കൂടോത്രം ചെയ്ത് ഈ കുടുംബം തീർത്തും നാമാവശേഷമായി. ഒരു കുട്ടിയെന്തോ, ഇവരുടെ ഈ ജ്യേഷ്ഠത്തിൻ്റെ ഒരു കുട്ടിയെന്തോ അപകടത്തിൽ മരിച്ചു. അങ്ങനെ അവരിതൊന്നും വേണ്ടാന്നും പറഞ്ഞ് തിരിച്ച് അധികാരമെല്ലാം വിട്ടുകൊടുത്തിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ വസ്തുവൊക്കെ അവർക്ക് എഴുതി കൊടുത്തതൊക്കെ അവർ വിൽക്കേണ്ടി വന്നു. കാര്യം വെച്ചാൽ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു, വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുടെ ഷെയറിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് ഇവരെ കൊണ്ടുപോയി വിളിച്ച് അവിടെ താമസിച്ചു. പിന്നെ ഈ അമ്മയും മകളുമായിട്ട് യാതൊരു ബന്ധവും ഈ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവോ മക്കളോ അയാളുടെ വീട്ടുകാരോ വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അത്രയേറെ ഇവരെ ദ്രോഹിച്ചു. അത് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ്. അറിയുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. അത്ര പണത്തിനോട് ആർത്തിയുള്ള ഒരു സാധനമായിരുന്നു ഈ അനിയത്തിയും. ഈ അമ്മയ്ക്കെന്ന് വെച്ചാൽ അനിയത്തിക്കെല്ലാം കൊടുക്കണം, ജ്യേഷ്ഠത്തിക്കൊന്നും കൊടുക്കണ്ട എന്നൊരു നിലപാടായിരുന്നു. പക്ഷേ എന്നിട്ട് ഈ ജ്യേഷ്ഠത്തി ഒന്നും ഈ അനിയത്തിക്ക് വേണ്ടിയിട്ടൊന്നും തിരിച്ച് ചെയ്യാനൊന്നും പോയില്ല. ഒരുപാട് പേര് പറഞ്ഞു ഇത് വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷത്തെ നിങ്ങൾ തിരിച്ചു വിട്ടുകൂടെ, അവർ കടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ ജ്യേഷ്ഠത്തിയും അവരുടെ ഭർത്താവും അതുപോലെ തന്നെയാണ്. അവരൊന്നും ചെയ്യേണ്ട, അത് ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുകയും കൊടുത്തോട്ടെ. എന്തായാലും ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ ജോലിയും വരുമാനവും എല്ലാം പോയി, വസ്തുക്കൾ വരെ നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ എന്തായാലും ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അവർക്ക് എന്തെങ്കിലും ശിക്ഷ ദൈവം കൊടുക്കുമെങ്കിൽ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു രീതിയിലും ഒരു വിധത്തിലും ഒരു മറുകർമ്മം ചെയ്യാൻ അവർ പോയില്ല. പക്ഷേ തിരിച്ചടി എന്ന് വെച്ചാൽ താമസിയാതെ ഈ അനിയത്തിക്ക് കിട്ടിയെന്ന് വെച്ചാൽ സൂപ്പർ അടിയായിരുന്നു. സൂപ്പർ അടിയെന്ന് വെച്ചാൽ ഇവർക്ക് വെളിയിറങ്ങാൻ പറ്റില്ല. ഭർത്താവായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവും, കല്യാണത്തിന്, ഷോപ്പിങ്ങിന്, അവിടെ ഇവിടെയൊക്കെ അറിയാതെ മലം പോവും. ഇതുപോലൊരു ശിക്ഷ ആർക്കെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇതിനപ്പുറം എന്ത് വേണം? ജോലി നഷ്ടപ്പെടണ്ട, സമ്പത്ത് നഷ്ടപ്പെടണ്ട, ഒരു അപകടം ഉണ്ടാകണ്ട, മകൻ അപകടത്തിൽ മരിച്ചു പോകണ്ട. ഇതൊക്കെയാണ് മൂത്തയാൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ സാധനം. പക്ഷേ ഇവർക്ക് കിട്ടിയ ഒറ്റ ഒരു ശിക്ഷ, അറിയാതെ മലം പോവും, നാണം കെട്ട് അവസാനം പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമായി. ഇതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സംഭവ കഥയാണ്. അവസാനം അത് എങ്ങനെയൊക്കെ അവർ മാറ്റിയെന്ന് തോന്നുന്നു, മാറ്റിയെങ്കിലും അത് പൂർണ്ണത വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഭർത്താവിനും ധൈര്യമില്ല, ഈ അനിയത്തി ഈ സാധനത്തിന് ധൈര്യമില്ല ഒരു ഫംഗ്ഷനൊന്നും പോകാനായിട്ട്. ഞാൻ അറിയുന്നത് വരെയും അവർ പുറത്തൊന്നും പോയിട്ടില്ല. പിന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല. അവർ നാണം കെട്ടെന്ന് വെച്ചാൽ എത്രയോ സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ സംഭവിച്ചു. അവസാനം കാറിനകത്തൊക്കെ വെച്ച് സംഭവിച്ചു. സർവീസ് സെൻ്ററിൽ ചെന്നിട്ട് അവർ പോലും കൈയേൽക്കാതൊക്കെ വിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം അവർ ഓരോ ക്ഷേത്രങ്ങളിലും പോയി മാപ്പ് പറഞ്ഞ് അവസാനം ഈ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൻ്റെ നടയിൽ വരെ ചെന്നു മാപ്പ് പറയാം. പക്ഷെ അവർ വീട്ടിനകത്ത് കയറ്റില്ല. ഇനി നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നീയായിട്ടൊരു ബന്ധമില്ല, നീ നിൻ്റെ വഴി നോക്കി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിനകത്ത് കയറ്റില്ല. പക്ഷേ ഗേറ്റിന് മുമ്പിൽ നിന്നൊക്കെ വിളിച്ച് മാപ്പ് പറഞ്ഞു, എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ജ്യേഷ്ഠത്തെയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ളവരാണ്. അവർ ഒരു തരി മണ്ണ് പോലും തിരിച്ചു വാങ്ങിച്ചില്ല. ഇവരോട്ടൊരു സൗഹൃദമോ അവരെ കുറിച്ചുള്ള ഓർമ്മകളോ പോലും ഇല്ലാതെ അവർ ജീവിക്കുന്നു. ഇപ്പം ആ ഭർത്താവിൻ്റെ ആൾക്കാരുടെ സഹായം കൊണ്ട് അയാൾ വീണ്ടും ബിസിനസ്സൊക്കെ തുടങ്ങി ഒരുവിധം അങ്ങനെ അവർ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ പണ്ടുള്ള ആ വാക്ക് എനിക്ക് പറയാൻ നിവൃത്തിയില്ല, ഇതിങ്ങനെ നടന്ന് മലം പോകുന്ന അവസ്ഥയിലേക്കായിപ്പോയി. ലോകത്തെ സംഭവം നാട് മൊത്തവും അറിഞ്ഞതാണത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് എങ്ങനെയാണ് ഒരു കൂടപത്രം നമ്മൾ ചെയ്താൽ അതിന് തിരിച്ചടി കിട്ടുക എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഒരുപാട് ദിവസം ഞാൻ ആലോചിച്ചു ഈ ഒരു എപ്പിസോഡ് ചെയ്യണോ. കാര്യം ഒരു മനുഷ്യന് ഇതിനപ്പുറം ഒരു ശിക്ഷ കിട്ടാനില്ല. മരിച്ചു പോയാലും കഴിഞ്ഞു, അതുകൊണ്ട് അവൻ്റെ എല്ലാം കഴിഞ്ഞു, പിന്നെ അതൊന്നും അറിയണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ ഒക്കെ പറഞ്ഞു. പക്ഷേ ഇത് പുറത്തിറങ്ങാൻ പറ്റില്ല, രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. ഭർത്താവിൻ്റെ അടുത്ത് നേരം വിളിക്കുമ്പോൾ ഭംഗിയായിരിക്കും,
ഇതാണ് അവസ്ഥ. രോഗമാണെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ എങ്ങനെയൊക്കെയോ അവസാനം അത് ഒരു കുറവുണ്ട് എന്നാണ് പറയാൻ സാധിച്ചത്. അപ്പം കൂടപത്രം ചെയ്ത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തത് മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്നും നമ്മൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ അത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതും തട്ടിപ്പറിക്കുക മാത്രമല്ല, അവരെ പൂർണ്ണമായിട്ട് മുച്ചൂടും നശിപ്പിച്ച് അവരെ ഭൂമിക്കും ആകാശത്തിനും കൊള്ളാത്ത വിധമാക്കി എല്ലാവരുടെ മുൻപിൽ അവരെ അപഹാസ്യരാക്കി അവരെ മനസ്സും ശരീരവും തകർത്ത് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അവസരത്തിലേക്ക് കൊണ്ടിട്ട് കൊടുത്ത് അതിൽ നിന്നുമാണ് ഈ വസ്തുക്കൾ, അങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഈ വസ്തുക്കൾ തട്ടിപ്പറിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞത് എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു കുടുംബത്തിനെ നമ്മൾ ഇതേ കണക്ക് നമ്മളുടെ ചില ഒനഷ്ട ബുദ്ധി കൊണ്ട് ഒരു കുടുംബം തകർത്താൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അയാളുടെ ആ ഒരു സന്തോഷത്തെ, അയാളുടെ വിലയെ നമ്മൾ കെടുത്തുന്ന വെറുതെ ഒന്നുമല്ല, ആ സമ്പത്ത് തട്ടിപ്പറിക്കുക, അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ നുരഞ്ഞു പൊന്തിയ അസൂയയ്ക്ക് ഒരു ശമനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ നടന്ന് ഈ കാര്യം ചെയ്യേണ്ടി വരും. അനുഭവമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തിനാണ് മറ്റുള്ളവൻ്റെ ഈ പറഞ്ഞതൊക്കെ അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ കമ്പിട്ട് ഇളക്കുന്നത്? ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് കിട്ടിയ സന്തോഷം ഇന്ന് നമുക്ക് ചിലവ് 100 രൂപയായിരിക്കും കിട്ടിയത്, വേറൊരുത്തന് 10,000 രൂപ കിട്ടും. പക്ഷേ ആ 10,000 രൂപ കിട്ടിയവൻ്റെ വീട്ടിൽ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകില്ല. പക്ഷേ 100 രൂപ കിട്ടിയ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതായത് സന്തോഷവും സമാധാനവും ലക്ഷങ്ങളോ കോടികളോ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടില്ല. അത് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു ജീവവായുവാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇല്ലാത്തവൻ, സന്തോഷവും സമാധാനവും ഇല്ലാത്തവൻ ജീവവായു കിട്ടാതെ ശ്വാസം പിടിച്ച് പെട്ടയ്ക്കും പോലെയാണ് അവൻ്റെ ജീവിതം. ലക്ഷങ്ങളല്ല കോടികൾ അവൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണം അവൻ്റെ വീട്ടിലുണ്ടെങ്കിലോ, കണ്ണെത്താ ദൂരത്തോളം ഭൂമി ഉണ്ടെങ്കിലോ, മനസ്സമാധാനമില്ലെങ്കിൽ ഈ പുല്ലൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. മറ്റൊരുത്തൻ്റെ കയ്യിരിക്കുന്ന തട്ടിപ്പറിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാതിരിക്കുക. ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒരു ദോഷവും വരില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ കൂടപത്രങ്ങളോ സർപ്പദോഷങ്ങൾ പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കുന്നതാണ് ഉത്തമം. എങ്കിൽ പൂർണ്ണമായും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അത് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്നോളൂ. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പർ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ ഇതിനകത്ത് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.